എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ഹാജരായി. ലാസ്റ്റ് ഇയേഴ്സ് ഏറ്റവും ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയേഴ്സിനെല്ലാം വിറ ബാധിച്ചിട്ടുണ്ട്. ഫ്രഷേഴ്സിനുള്ള രസകരമായ പണി കിട്ടുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ എം കോളേജ്. അപ്പോൾ എന്തിനാണ് നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് അറിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെയർമാൻ നിങ്ങൾക്ക് നമ്മുടെ കോളേജിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ വെൽക്കം അവർ ചെയർമാൻ മുഹമ്മദ് ആദം ഷാസാദിൽ ഇൻ ടു ദി സ്റ്റേജ്. ചെയർമാൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ പലരും എന്തോ നേടി എന്ന എക്സ്പ്രഷനിൽ സ്റ്റേജിലേക്ക് നോക്കിയിരുന്നു. സ്റ്റേജിലേക്ക് കയറി വന്നവനെ കാണാൻ റിനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. വാവ്, നോക്കടി നമ്മുടെ ചെയർമാൻ്റെ ലുക്ക്. ഒക്കെ പോരാൻ ഇവിടെ കൂടി നിൽക്കുന്ന ചെക്കന്മാരെ നോക്കടി. നോക്കടി, എനിക്ക് രോമാഞ്ചം വരുന്നു. റിനു ഐറയാണെന്ന് കരുതി അടുത്തിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും റിനുവിനേക്കാൾ കോയായ കുട്ടി അവളെ കയ്യിലേക്ക് നോക്കി. അന്നേക്കാൾ മുമ്പ് നിന്റെ കയ്യിലെ രോമങ്ങളല്ല എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിച്ചടി. അതെന്തിന്? ആ പെൺകുട്ടി കണ്ണുവിടർത്തി പറഞ്ഞതും റിനു അവളെ നോക്കി. ഇത്രയും മഞ്ചന്മാരുള്ള കോളേജ് തിരഞ്ഞെടുത്തത് കൊണ്ട്. ഓ ഐ സി, എന്തോന്ന് കൈസി ഹേ? അവൾ ലെവലേശം കലിപ്പിട്ട് പറഞ്ഞതും റിനു തലചരിച്ച് നോക്കിയതും റിനുവിൻ്റെ തൊട്ട മുമ്പിലെ സീറ്റിലാണ് ഐറ. ദുഷ്ടി, എന്നെ തനിച്ചാക്കിയിരിക്കുന്ന കണ്ടില്ലേ? ചുണ്ടു തുളുക്കി പെറുപെറുത്തുകൊണ്ടിരിക്കുന്ന റിനുവിനെ അവൾ തോണ്ടി. നിന്റെ പേര് റിനു എന്നല്ലേ? ഹാ, എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അതൊക്കെ പോട്ടെ, നോക്കടി നമ്മുടെ ചെയർമാനെ ലുക്ക്. കെട്ടിപ്പിടിച്ച് റുമ്മ കൊടുക്കാൻ തോന്നുന്നു. കൊതിപ്പിക്കലടി കൂപ്പേ. ആ കുട്ടി പറഞ്ഞത് കേൾക്ക് റിനു ഷാസിനെ നോക്കി. കുറച്ചു നേരം നമ്മുടെ ഷാസിന്റെ ചോറ് ഊറ്റി കുടിച്ച ശേഷമാണ് തൻ്റെ അടുത്തിരിക്കുന്ന മുതലിന്റെ പേര് ചോദിച്ചില്ലല്ലോ എന്ന് റിനു ഓർക്കുന്നത്. അല്ല, നിന്റെ പേരെന്താ? മിസിരിയ. മിസിരി എന്ന് വിളിക്കാട്ടെ ഞാൻ. റിനു മിസിരിയെ നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരുടെയും എക്സ്പ്രഷൻ ഞാൻ കണ്ടു. അത്രയും വലിയ പേര് കേട്ട് കിളി പറത്തേണ്ട. ഷാസ് എന്ന് വിളിച്ചാൽ മതി എല്ലാവരും. ഓക്കെ ഓക്കെ. ഷാസിൻ്റെ ചോദ്യത്തിന് ഓക്കെ എന്ന് എല്ലാവരും വിളിച്ചു കൂവിയിരുന്നു. എല്ലാ കോളേജിലും ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാമിൽ ആദ്യം തന്നെ ടീച്ചേഴ്സും പ്രിൻസിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ കോളേജിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഈ കോളേജിനെ പരിചയപ്പെടാം. ഈ AM എന്നതിൻ്റെ ഫുൾ ഫോം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഫസ്റ്റേഴ്സിന് അറിയാമോ? ഷാസിൻ്റെ ചോദ്യത്തിന് ആരിൽ നിന്നും മറുപടി ഇല്ലായിരുന്നു. ഒരാൾക്ക് പോലും അറിയില്ലേ ഈ AMൻ്റെ ഫുൾ ഫോം. ഷാസ് അവിടെ ഇരിക്കുന്നവരെ എല്ലാം നോക്കി. എനിക്കറിയാം. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു പെൺശബ്ദം ഉയർന്നു വന്നതും എല്ലാവരുടെയും നോട്ടം പിറകിലേക്ക് നീണ്ടു. ആ അറിയാമെന്ന് പറഞ്ഞ ആളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഷാസിന്റെ ചോദ്യം കേൾക്കി റീനു ചാടി എഴുന്നേറ്റു. നീയാണോ AMൻ്റെ ഫുൾ ഫോം അറിയാമെന്ന് പറഞ്ഞത്? ഷാസ് അവളെ നോക്കി പിരികമുയർത്തി. റീനു ഒന്ന് ബിൽഡപ്പ് ഇട്ട് നിന്നു. കാരണം എല്ലാ ചെക്കന്മാരുടെയും പെൺപിള്ളേരുടെയും കണ്ണ് തനിക്ക് നേരെയാണെന്ന് അവൾക്ക് നന്നായി അറിയാം. താനൊന്ന് സ്റ്റേജിലേക്ക് വാ. ഷാസ് വിളിച്ചതും ഗമയോടെ റീനു സ്റ്റേജിലേക്ക് കയറി ചെന്നു. നിനക്ക് ഈ കോളേജിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? അതൊന്ന് നിന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. റീനുവിന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുത്ത് ഷാസ് പറഞ്ഞതും ഒരു ലിയോടെ മൈക്ക് വാങ്ങി അവൾ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഐ ആം റാനിയ, കോൾ മീ റീനു. ഈ കോളേജിലെ സ്റ്റുഡൻ്റ് ആവാൻ പറ്റിയത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ് ഗൈസ്. കാരണം എന്തെന്നല്ലേ, 2 വർഷം മുമ്പ് ഈ കേരളത്തിലെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ പോലും ഇടം നേടിയ ഒരാൾ മരണപ്പെട്ടിരുന്നു. അല്ല, കൊല്ലപ്പെട്ടിരുന്നു. നമുക്ക് വേണ്ടി ജീവിച്ച ഒരു പോലീസ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ കോളേജാണിത്. ആളാരാണെന്നറിയണ്ടേ? പേര് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം അദ്ദേഹത്തിനെ അറിയാൻ മതി. കമ്മീഷണർ അസ്കർ ഖാൻ. അദ്ദേഹത്തിൻ്റെ പേരുച്ചരിക്ക് റിനുവിൻ്റെ മീകളിൽ നീർമുത്തുകൾ കുമിഞ്ഞുകൂടിയിരുന്നു. അതുപോലെ അസ്കറിനെ അറിയുന്നവരുടെ കണ്ണിലും. അസ്കർ മെമ്മോറിയൽ കോളേജ് എന്നാണ് നമ്മുടെ കോളേജിൻ്റെ പേര്. അത്രയും പറഞ്ഞ റിനു കണ്ണു തുടച്ച് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അസ്കർ എന്ന ആ വലിയ മനുഷ്യൻ്റെ കോളേജിൽ പഠിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ? അല്ല, നമ്മുടെ ഭാഗ്യമാണ് ഈ കോളേജ് ലഭിച്ചത്. കുട്ടികളിൽ നിന്ന് കിട്ടിയ മറുപടി അവിടെ നിൽക്കുന്ന പലരെയും സന്തോഷിപ്പിച്ചു. റീനു ഒരു പുഞ്ചിരിയോടെ മതിയില്ലേ എന്ന പോലെ ഷാസിനെ നോക്കി. ഓക്കെ, താങ്ക്സ് റാനിയ. അല്ല, തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? ഷാസ് റീനുവിനെ നോക്കി പുഞ്ചിരിച്ചു. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തിനെക്കുറിച്ച് നന്നായി പഠിക്കണ്ടേ? അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാം മനസ്സിലാക്കി വന്നത്. റീനു സൈറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ നിന്നിറങ്ങി തൻ്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു. ഉഫ്, പോളി മുത്തേ, ശരിക്കത്തൊക്കെ നിനക്കെങ്ങനെ അറിയാം? മിസിരി കണ്ണിവിടർത്തി ചോദിച്ചതും റീനു ഇല്ലാത്ത കോളറും പൊക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. ഡി ഐറ. ഐറ തന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ലെന്ന് കാണാൻ റീനു അവളെ തട്ടി വിളിച്ചു. എന്താടി? നിറഞ്ഞ കണ്ണാൽ ഐറ ദേഷ്യപ്പെട്ട് റീനുവിനെ നോക്കിയതും റീനു ഇളിച്ചു കാട്ടി ചുമല് കൂച്ചി. അവളെ പേരെന്താടി? മിസിരി റീനുവിനെ തോണ്ടി ഇളിച്ചു ചോദിച്ചു. ഐറ. അവൾക്കെന്ത് പറ്റി? എന്തിനാ അവൾ കലിപ്പിടുന്നേ? അവൾക്ക് ഭ്രാന്ത. ആരെങ്കിലും എന്തെങ്കിലും സങ്കടമായ കാര്യം പറഞ്ഞാൽ അപ്പം ഇരുന്ന് മോങ്ങ അണ്ണാച്ച്. മോങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വെറുപ്പിച്ച ദേഷ്യപ്പെടുകയും ചെയ്യും. അവൾക്ക് വട്ട. അത്രക്ക് പാവാണ് ഐറ. മിസിരി തലയേന്തി ഐറയെ നോക്കി.
അത്രയ്ക്ക് പാവമൊന്നുമല്ല, എന്നാലും ഏറെക്കുറെ റിനി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടന്നാലോ. ഷാസിൻ്റെ ഫ്രണ്ട് പാച്ചു വന്ന് പറഞ്ഞത് ലാസ്റ്റ് കേസ് എല്ലാം യെസ് എന്ന് ആർത്ത് വിളിച്ചു. ഫസ്റ്റ് കേസിനാകെ മുട്ടിടിക്കാൻ തുടങ്ങി.